നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ് പിള്ളി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാകാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണത്തില്ല. തലവേദന പലപ്പോഴും പലർക്കും വലിയൊരു ആരോഗ്യ പ്രശ്നമായി മാറാറുണ്ട്. തലവേദന കാരണം പലർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോയാൽ തന്നെ തലവേദന ഉണ്ടായിക്കഴിയുമ്പോൾ ചിലപ്പോൾ പകുതി വഴിയിൽ അത് ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ പലർക്കും വരേണ്ടി വരും. വീട്ടിലാണെങ്കിലും തലവേദന ഉണ്ടെങ്കിൽ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തലവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ തലവേദന എന്തുകൊണ്ടുണ്ടാകുന്നു, നമുക്ക് എന്താണതിന് പരിഹാരം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഏറ്റവും ചെറിയ നിസ്സാര കാരണം കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ വളരെ ഗൗരവമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെയും ലക്ഷണമാണ് ഈ തലവേദന. ഏതാണ്ട് 200-ൽ പരം തലവേദനയെ ഡോക്ടർമാർ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് അതിൽ എല്ലാമൊന്നും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 2-3 തലവേദനകളെപ്പറ്റി മാത്രമേ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതായത് ഏറ്റവും സാധാരണയായിട്ടുള്ള ഒന്നാണ് കൊടിഞ്ഞി അല്ലെ മൈഗ്രെയിൻ എന്ന തലവേദന. അതിനെപ്പറ്റി നമ്മൾ അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ തലവേദനയുടെ കാരണങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗലക്ഷണമാണ്. തലവേദന ഒരു രോഗാവസ്ഥയല്ല, ഒരു രോഗലക്ഷണമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം എന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ കാരണമനുസരിച്ച് തലവേദനയെ പലതായിട്ട് ഡോക്ടർമാർ വിഭജിച്ചിട്ടുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു തരം തലവേദനയാണ് വാസ്കുലാർ ഹെഡേക്ക് എന്ന് പറയും. നമ്മുടെ തലയോട്ടിയെ പൊതിഞ്ഞുള്ള ഈ ത്വക്കിന് അവിടെ രക്തം നൽകുന്ന ധമനികളുണ്ട്. ഈ ധമനികളിലുണ്ടാകുന്ന സങ്കോചവും അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രഷറുമാണ് പലപ്പോഴും തലവേദനയ്ക്ക് കാരണമാകുന്നത്. അതാണ് വാസ്കുലാർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ധമനികളുടെ ചുറ്റും ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട്. ധമനികളിലുണ്ടാകുന്ന സമ്മർദ്ദം ഈ ഞരമ്പുകളെയും ബാധിക്കുന്നു. അത് വേദനയായിട്ട് നമ്മൾ അറിയുന്നു. അതാണ് വാസ്കുലാർ ഹെഡേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചെറിയ പേശികളുണ്ട് നമ്മുടെ തലയുടെ ത്വക്കിനകത്ത്. ഈ പേശികളിലും ചിലപ്പോൾ മർദ്ദം ഉണ്ടാകുന്നു. അതും ഈ വാസ്കുലാർ ഹെഡേക്കിൻ്റെ കാരണങ്ങളിലൊന്നാണ്. പിന്നെ രണ്ടാമത്തെ തലവേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സാധാരണയായിട്ടുള്ളതും. അത് നമ്മൾ കൊടിഞ്ഞി അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന തലവേദനയാണ്. ചെറുപ്പക്കാരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. 18 മുതൽ 45 വയസ്സ് വരെയുള്ളവരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പ്രായമുള്ളവരിലും കൊടിഞ്ഞി എന്ന തലവേദന ഉണ്ടാകാം. അത് നമ്മുടെ തലയുടെ ഒരു വശത്ത് ഏതെങ്കിലും ഒരു വശത്തായിട്ടാണ് കൂടുതലും തലവേദന ഉണ്ടാകുന്നത്. ചിലപ്പോൾ 2 വശത്തും തലവേദന ഉണ്ടാകാം. ഈ തലവേദനയോടൊപ്പം നമ്മൾ ഛർദ്ദിച്ചെന്നിരിക്കും. ഛർദ്ദിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തലവേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം വരാനും സാധ്യതയുണ്ട്. മറ്റ് ചില കാര്യങ്ങൾ ഈ തലവേദന ചിലപ്പം കൂട്ടാനും സാധ്യതയുണ്ട്. അതായത് കൂടുതൽ ലൈറ്റ് കാണുക, അതുപോലെ തന്നെ കൂടുതൽ സൗണ്ട് കേൾക്കുക. അപ്പോൾ അവരുടെ തലവേദന കൂടുതൽ സിവിയറായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കൊടിഞ്ഞി എന്ന തലവേദനയുടെ സാധാരണ ലക്ഷണങ്ങൾ. ഈ തലവേദന ചിലപ്പോൾ ഏതാനും മണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ 4, 5, 6 ദിവസങ്ങൾ വരെ ഇത് ചിലപ്പോൾ നീണ്ടു നിൽക്കാം. പല രോഗികളും എൻ്റെ അടുക്കൽ അങ്ങനെയുള്ള രോഗികൾ വന്നെത്തുന്നുണ്ട്. മൈഗ്രെയിൻ മൂലമുള്ള തലവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഈ മൈഗ്രെയിൻ എന്ന തലവേദനയെപ്പറ്റി അല്പം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ തലവേദന വരുന്നതിന് മുമ്പ് ചിലർക്ക് ഇതിന് ചില പ്രോട്രോമൽ സിംറ്റംസ് അല്ലെങ്കിൽ ഓറ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അതായത് മറ്റ് ചില ലക്ഷണങ്ങൾ വരുമ്പോഴേ നമുക്ക് തലവേദന വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വിഷ്വലായിട്ടുള്ള ഓറയുണ്ട്. അതായത് തലവേദന വരുന്നതിന് മുമ്പ് അവർക്ക് കണ്ണിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അതായത് കണ്ണിൽ ചിലപ്പോൾ ചില മിന്നൽ പോലെ ഉണ്ടാകുന്നു, അല്ലെ കറുത്ത പാടുകൾ ഉണ്ടാകുന്നു. വെസ്റ്റിബുലാർ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. വെസ്റ്റിബുലാർ ഓറ എന്നാണ്. അതായത് ചെവിയിൽ ചിലപ്പോൾ മൂളുന്ന പോലുള്ള സൗണ്ട് കേൾക്കും. ചിലർക്ക് തലകറക്കം ഉണ്ടാകുന്നു. അത് വന്നു കഴിയുമ്പോൾ തലവേദന വരുന്നു എന്ന് അവർക്ക് സൂചിപ്പിക്കാം. ചിലർക്ക് മറ്റ് ചില പ്രശ്നങ്ങളുണ്ടാകാം. ചിലർക്ക് ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഓറോ ചിലപ്പോൾ ഉണ്ടാകാം. മനംമറിച്ചിലുണ്ടാകാം, ഛർദി ഉണ്ടാകാം, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകാം, ഗ്യാസ്ട്രബിൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ അവർക്ക് സെൻസറി ഓറ വരാം. അതായത് നമ്മുടെ കൈകാലുകൾക്ക് ചിലപ്പോൾ മരവിപ്പുണ്ടാകാം. ചിലപ്പോൾ സ്പർശനശേഷി കുറയാൻ സാധ്യതയുണ്ട്. ചിലർക്ക് മസ്കുലാർ ഓറ വരാം. അതായത് അവരുടെ കൈകൾക്കൊക്കെ കൂടുതൽ കനം തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഓറയുണ്ട്. ആ ഓറയൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് അവർക്ക് തലവേദന വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഈ മൈഗ്രെയിൻ എന്ന തലവേദന വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ തലച്ചോറിന് തലയോട്ടി അകത്തുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങുകയും തലയോട്ടിക്ക് പുറത്തുള്ള രക്തക്കുഴൽ വികസിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഈ കൊടിഞ്ചിയത്തെ തലവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന പലതരം കൂട്ടം മരുന്നുകൾ ഡോക്ടർമാർക്കുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനൊരു പുതിയ മരുന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന ഒരു വിഭാഗം മരുന്നിൻ്റെ ഒരു വിഭാഗം മരുന്ന് ഇതിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നാണ്. അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു മരുന്നാണ്. പിന്നെ ഇത് വരാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ദിവസവും നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകാം. ലഹരി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പിന്നെ ടെൻഷൻ കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാതെ സംരക്ഷിക്കാം. മൈഗ്രെയിൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് തീർത്തും മാറാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ പലപ്പോഴും ഇത് ക്രോണിക്കായിട്ട് നമുക്ക് പലപ്പോഴും പല മാസങ്ങളോ അല്ലെ വർഷങ്ങളോ ഇടവിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പിന്നെ മറ്റൊന്ന്, നമുക്ക് സൈനസൈറ്റിസ് എന്നൊരു രോഗമാണ്. അത് തലവേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമുക്ക് മൂക്കടപ്പ്, ജലദോഷം, തുമ്മലമൊക്കെ വരുന്നു. മൂക്കിൽ കൂടി നമുക്ക് ആ ഡ്രെയിനേജ് ചിലപ്പോൾ ശരിയാകുന്നില്ല. അതായത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും വായു അറകളുണ്ട്. നമ്മുടെ കണ്ണിന് മുകളിലും വായു അറകളുണ്ട്. ഇങ്ങനെയുള്ള വായു അറകൾ മൂക്കിൻ്റെ ക്യാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ആ ഓസ് അല്ലെങ്കിൽ അതിലേക്കുള്ള ട്യൂബ് അടഞ്ഞു പോയി കഴിയുമ്പോൾ ഈ സെക്രീഷൻസ് ഇതിനകത്ത് കെട്ടിക്കിടക്കുകയും അവിടെ ഇൻഫെക്ഷൻ വരികയും അപ്പോൾ അവിടെ പഴുപ്പ് കെട്ടിക്കിടക്കും ആ വായു അറകളിൽ. അത് സൈനസൈറ്റിസ് എന്ന തലവേദനയായിട്ട് മാറുകയും ചെയ്യും. അത് വളരെ സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു തലവേദനയാണ്. ENT ഡോക്ടർമാരുടെ അടുക്ക വരുന്ന മിക്ക രോഗികൾക്കും ഈ സൈനസൈറ്റിസ് എന്ന രോഗാവസ്ഥ കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണ്. അതിൻ്റെ ഡ്രെയിനേജ് ശരിയാക്കണം, ആൻറ്റിഹിസ്റ്റമിനിക് ആയിട്ടുള്ള മരുന്നുകൾ ചെയ്യണം, വേദനയുടെ മരുന്ന് ചെയ്യണം, ആൻറ്റിബയോട്ടിക് കഴിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന തലവേദന നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. പിന്നെ തലവേദന വരാൻ മറ്റു കാരണങ്ങളുമുണ്ട്. അതായത് നമുക്ക് ടെൻഷൻ ഹെഡേക്ക് ഉണ്ടാകാം. കൂടുതൽ ടെൻഷൻ ഉണ്ടപ്പോൾ നമുക്ക് തലവേദന വരും. അതായത് നമ്മുടെ തലവേദന തലയുടെ രണ്ട് സൈഡിലും ഉണ്ടാകും. ക്ലസ്റ്റർ തലവേദന എന്നുണ്ട്. അതായത് ട്രൈജെമിനൽ നെർവ് എന്ന നാഡിയുടെ സൈഡിലുള്ള രക്തക്കൊഴലുകളിൽ സമ്മർദ്ദം ഉണ്ടാകുന്നതുകൊണ്ടുണ്ടാകുന്നതാണ് ഈ ക്ലസ്റ്റർ തലവേദന. പിന്നെ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്നൊരു രോഗവും തലവേദന ഉണ്ടാക്കുന്നുണ്ട്. കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദനയായിട്ടായിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഗ്ലൂക്കോമ എന്നൊരു രോഗാവസ്ഥയുണ്ട്. അതുണ്ടെങ്കിലും നമുക്ക് തലവേദന വരാം. പിന്നെ മറ്റൊന്ന്, ടെൻഷൻ കൂടുതലുള്ള തലവേദന ഉണ്ടാകാം. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ തലവേദന ഉണ്ടാകാം. നമ്മൾ മദ്യം കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അന്നേരവും തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടെങ്കിൽ തലവേദന വരാം. ഉദാഹരണമായിട്ട് പീരീഡ് ആയിരിക്കുന്ന ചില സ്ത്രീകൾക്ക് തലവേദന ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് തലവേദനയ്ക്കുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചികിത്സിച്ചാൽ മാത്രമേ തലവേദന മാറുകയുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. അതായത് പ്രായമായവരിലുണ്ടാകുന്ന തലവേദന വെറുതെ തലവേദനയായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഈ പ്രായമായവരിലുണ്ടാകുന്ന തലവേദന ചിലപ്പോൾ അത് ബ്രെയിൻ ട്യൂമറിൻ്റെ തലവേദനയായിരിക്കാം. അത് ഒന്നെങ്കിൽ ക്യാൻസറിൻ്റെ തലവേദനയായിരിക്കാം, ചിലപ്പോൾ ക്യാൻസർ അല്ലാത്ത മുഴകളുടെ തലവേദനയായിരിക്കാം. നമ്മുടെ തലച്ചോറിനും തലയോട്ടിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ തലയോട്ടിക്കകത്ത് നമ്മുടെ തലച്ചോറിന് മാത്രം ഇരിക്കാനുള്ള സ്പേസ് അല്ലെ സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് തൊട്ടടുത്തുള്ള നെർവ് കോശങ്ങളിലെ അത് ഞെരുക്കും. അപ്പോൾ ആ നെർവ് കോശങ്ങൾ ഡാമേജ് ആയിപ്പോവും, അല്ലെ ചത്തുപോകും. അപ്പോൾ ആ നെർവ് കോശങ്ങൾ ഡാമേജ് ആയി കഴിയുമ്പോൾ അത് പലവിധ സിംറ്റംസ് ആയിട്ടാണ് നമുക്ക് പ്രത്യക്ഷപ്പെടുക. ഒന്ന്, നമുക്ക് തലവേദന വരുന്നു. അതായത് തലവേദന രാത്രിയിലോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തോ ഉണ്ടാകുന്ന തലവേദന പ്രായമുള്ളവരിലാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ ട്യൂമർ മൂലം ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അവർക്ക് ചിലപ്പോൾ അതിനോടൊപ്പം ഛർദി ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വശം അവർക്ക് തളർന്നു പോകുന്നതെന്നാകാം. കൈക്ക് ബലക്കുറവ് അല്ലെ കാലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് നമ്മൾ ഈ ജന്നി പോലെയുള്ള അല്ലെങ്കിൽ ഈ എപ്പിലെപ്സി പോലെയുള്ള സിംറ്റംസ്, ഫിറ്റ്സ് ചിലപ്പോൾ പലർക്കും ഉണ്ടാകാം. അതുണ്ടായി കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് നമ്മൾ CT സ്കാന് അല്ലെ MRI സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തലവേദന കണ്ടേണ്ട കാരണം ട്യൂമറാണോ എന്ന് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ തലവേദനയുടെ കാരണങ്ങൾ നമ്മൾ ഓടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. മൈഗ്രെയിൻ എന്ന തലവേദനയെപ്പറ്റി അല്പം കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിന് പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.